ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നുള്ളത് നിലമ്പൂരാണ്. ആസ് യൂഷ്വൽ ഏട്ടന് വണ്ടൂർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ കുറച്ച് ദിവസമായി എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയിട്ട്, അപ്പോൾ അതുവഴി നിലമ്പൂരും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ നല്ല മഴയുള്ളൊരു കാലാവസ്ഥയൊക്കെ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം മഴയുടെ ഒരു ചെറിയ സാധ്യത പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തുന്നതിന് കുറച്ച് മുൻപാണ് ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് നല്ല ഭംഗിയിലൊന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല മഴയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ പറ്റുകയാണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാം. നമ്മളിതിനു മുമ്പ് ഇവിടെ വന്നപ്പോഴൊക്കെ കനോലി പ്ലോട്ടിൽ പോയതുകൊണ്ട് ഇനി എന്തായാലും അവിടെ കയറുന്നില്ല എന്ന് വിചാരിച്ചു. മാത്രമല്ല നല്ല മഴയാണല്ലോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നെടുങ്കയം ഫോറസ്റ്റിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചതാണ് ഒരിക്കൽ അവിടെ പോകണമെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ആദ്യം അവിടേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ ഏകദേശം ഉച്ചയായപ്പോഴാണ് വണ്ടൂരിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി എന്തായാലും ഭക്ഷണം കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എപ്പോഴത്തെയും പോലെ കുഴിമന്തി ഓർഡർ ചെയ്ത് കഴിച്ചു. നമ്മൾ മിഡ്വേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് പോയത് കേട്ടോ. ഇവരുടെ തന്നെ പെരിന്തൽമണ്ണയിലുള്ളതും അതുപോലെ മലപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ പോകാറുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മന്തി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ഫോറസ്റ്റ് റൂട്ട് ഉണ്ട്. അതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ആണ്. നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഏട്ടൻ ടിക്കറ്റ് എടുക്കാനായിട്ട് അവിടെ പോയിട്ടുണ്ട്. വന്നതിന് ശേഷം എത്ര ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഒരാൾക്ക് 35 രൂപയും അതുപോലെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് 80 രൂപയാണ് കേട്ടോ ആയത്. നിലമ്പൂർ തേക്ക് വളരെ പ്രസിദ്ധമാണല്ലോ. ഇവിടുത്തെ പല സ്ഥലങ്ങളിലെയും പോലെ ഇവിടെയും തേക്കാണ് കൂടുതലുള്ളത്. മറ്റു മരങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ തേക്കാണ് കൂടുതലായിട്ടും കാണാൻ കഴിഞ്ഞത്. പിന്നെ എനിക്കുള്ളൊരു ആഗ്രഹമായിരുന്നു ഈ കാണുന്നത്. കാറ് വാങ്ങിച്ച പിന്നെ സൺറൂഫ് അധികം ഓപ്പൺ ആക്കിയിട്ടില്ല. കാരണം നമ്മുടെ റോഡുകളിൽ അങ്ങനെ അധികം പൊടിയൊക്കെ ഉള്ളത് കാരണം ഇങ്ങനെ ഏതെങ്കിലും ഫോറസ്റ്റ് ഏരിയയിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ഇതിനൊക്കെയുള്ള ഒരു അവസരം കിട്ടുക. അപ്പോൾ അതും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് ദൂരം വണ്ടിയിൽ യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ അവിടുത്തെ ഒരു മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു പാർക്കിംഗ് സ്പേസ് എന്നുള്ളത്. നമ്മൾ എത്തിയ ടൈമിൽ അങ്ങനെ അധികം ആരും ഉണ്ടായിരുന്നില്ല. 1-2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു സ്റ്റാച്ചു ഒക്കെയാണ്. ഇത് ചോലനായിക്കൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ഈ കാടിനുള്ളിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു ബ്രിഡ്ജാണ്. ഇത് പണ്ട് കാലത്ത്, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ഡോസൺ എന്ന് പറയുന്ന ഒരു സായിപ്പ് പണി കഴിപ്പിച്ചതാണ്. അങ്ങനെ അതും പിന്നിട്ടിട്ട് നമ്മളിങ്ങനെ കാടിനുള്ളിലൂടെ നടക്കുകയാണ്. ഭയങ്കര രസമായിട്ടുള്ളൊരു നടത്തം. അങ്ങനെ നടന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ സായിപ്പില്ലേ, ഡോസൺ സായിപ്പ്, പുള്ളിയുടെ ശവകുടീരത്തിൻ്റെ അടുത്താണ്. പുള്ളിയെ അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ അവിടേക്ക് കയറുമ്പോൾ തന്നെ പുള്ളിയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടുത്തെ ചുമരിൽ എഴുതി വെച്ചിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ ഇദ്ദേഹം താമസിച്ചിരുന്ന ബംഗ്ലാവും ഇവിടെ നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്തോട്ട് പ്രവേശനമൊന്നുമില്ല, ജസ്റ്റ് പുറത്തുനിന്ന് കാണാം, അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇടത്തോട്ട് തിരിയുമ്പോൾ ഇതുപോലെ ആനപ്പന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കാണാം. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു. അങ്ങനെ നമ്മൾ നടന്ന് എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന അവരുടെ ഒരു ഏരിയയിലേക്കാണ്. ഒരു ഗ്രൗണ്ട്, അതുപോലെ അവരുടെ സ്കൂള്, വീടുകൾ ഒക്കെ നമുക്കിവിടെ കാണാം. അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ആനപ്പന്തി കണ്ടു. പക്ഷേ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു ഏരിയയിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല എന്ന്. അപ്പോൾ
ആക്ച്വലി ശരിക്കും അവിടെ കയറി കാണാൻ പറ്റുമായിരുന്നു, അത് പിന്നീടാണ് മനസ്സിലായത്. മാത്രമല്ല ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് അവിടെ വീടുകളിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങി ഇങ്ങനെ പുറത്തൊക്കെ നിന്ന് വർത്തമാനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കിനി ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിഞ്ഞ് നടക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് ആ പാലത്തിൻ്റെ അവിടെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സ്ഥലം കൂടെ കാണാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മളടുത്ത് പോകുന്നത് ഓൾഡ് DFO ബംഗ്ലാവിലേക്കാണ്. ഇതിനു മുൻപ് നമ്മളവിടെ ഒരു വട്ടം പോയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങനെ നമ്മളവിടേക്ക് എത്താറായിട്ടുണ്ട്. സ്കൈ വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ കാണാം. നമ്മൾ കയറി വരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും. റോഡ് കുറച്ചധികം മോശമാണ് കേട്ടോ, അത് മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ചും കൂടെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഇവിടെ നമുക്ക് ഡോർമെട്രി ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇവിടെ കയറി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് യാത്ര തുടരാം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓൾഡ് DFO ബംഗ്ലാവ് എന്നാണ് ഇതറിയപ്പെടുന്നത്. നിലമ്പൂർ ചന്തക്കുന്നിനടുത്താണ് ഈ സ്ഥലമുള്ളത്. അതുപോലെ ബംഗ്ലാവ് കുന്ന് എന്നൊക്കെ ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ബംഗ്ലാവിനകത്തേക്ക് നമുക്ക് കയറി കാണാം കേട്ടോ. പക്ഷെ അതിന് മുൻപായിട്ട് നമ്മൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സ്കൈ വാക്ക് കാണാനാണ് പോകുന്നത്. മരങ്ങൾക്കിടയിലൂടെയുള്ള ഒരു ആകാശപാത, അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മുൻപ് കയറിയിട്ടുള്ളതാണ്. നമുക്ക് എന്തായാലും അവിടേക്കൊന്ന് പോയി നോക്കാം. ഇതെന്തായാലും ഒരു അടിപൊളി സംഭവമാണ്. നമ്മുടെ ഈ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ പ്രകൃതിയോടെ ഇണങ്ങിയിട്ട് നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും ഒക്കെ വരുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ചെന്ന ടൈമിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല. മോർണിംഗോ ഈവനിങ്ങോ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. പിന്നെ നമ്മൾ ചെന്നത് ഈവനിങ് ആണ്. മാത്രമല്ല നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇത് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്ന ആവേശമൊന്നും ചിലപ്പോൾ തിരിച്ച് കയറുമ്പോൾ കാണില്ല. നമ്മൾ വണ്ടിയിലല്ല വന്നത് വെച്ചെങ്കിൽ ഇതുവഴി ഇറങ്ങി തന്നെ താഴെ ഒരു റോഡുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് തിരിച്ചു പോവാം. നമ്മളെന്തായാലും ഇന്ന് അധിക ദൂരമൊന്നും താഴേക്ക് ഇറങ്ങി പോകുന്നില്ല. കുറച്ച് ദൂരം നടന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ വീഡിയോസിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് ഈ മല, കാട്, കുന്ന് എന്നൊക്കെ പറയുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ മരങ്ങൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ബോറടിക്കില്ല. നമ്മളിങ്ങനെ സമയം പോകുന്ന അറിയാതെ ഇങ്ങനെ നിന്ന് പോവും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തായിട്ട് ബംഗ്ലാവിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അകത്ത് പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. പക്ഷേ ഇതുപോലെ നീളൻ വരാന്തകളും അതുപോലെ വലിയ റൂമുകളും ഹാളും ബാൽക്കണിയൊക്കെ തന്നെയാണ്. എന്തായാലും അകത്ത് കയറി ഒന്ന് കണ്ടിട്ട് ഇറങ്ങാം. ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ് കേട്ടോ ഈ ബംഗ്ലാവ്. അവരുടെ ഭരണകാലത്ത് അവരുടെ താമസ സൗകര്യം അതുപോലെ ഓഫീസ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചതാണ്. സ്കൈ വാക്ക് പക്ഷേ പിന്നീട് വന്നതാണ് കേട്ടോ. കേരള സർക്കാരിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്നതാണ്. അങ്ങനെ അകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ചവിട്ടുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് കാര്യം മനസ്സിലായില്ല. പിന്നെ നിലത്തേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഈ കോട്ടരുമ എന്ന് പറയും നമ്മുടെ നാട്ടിൽ, ചെറിയൊരു പ്രാണി, ചെറിയൊരു ജീവിയാണ്. അത് നിറയെ ഇങ്ങനെ നിലത്തും അതുപോലെ ജനലിലും വാതിലിലും ഒക്കെ. ഞാൻ കയറിയതിൻ്റെ ഇരട്ടി സ്പീഡിലാണ് തിരിച്ചിറങ്ങിയത്. കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. മുൻപ് വന്നപ്പോഴൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞതിൻ്റെ ആയിരിക്കണം, നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് പതിവ് പോലെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്.
തിരിച്ചു പോകുമ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.